Okay, good afternoon all of you. പാഠം 7 വേടന്റെ ധർമ്മോപദേശം. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മെഴികളുയർത്തി പക്ഷിയെ നോക്കി. തപോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തിയെങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സാധി അഭിപ്രായപ്പെട്ടു. സാധു സ്ത്രീ. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന വിക്രയം എന്താ അർത്ഥം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? മാംസം വിൽക്കുന്ന. ഓക്കെ, മാംസം വിൽപ്പന നടത്തുന്ന. മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്ന് കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആദരവോടുകൂടി സാദരം. ആ പതിവ്രത പറഞ്ഞെന്താ? ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന വേണ്ട വിധം ശുശ്രൂഷിക്കുന്ന ആള്. ഭർത്താവിനെ വേണ്ട വിധം ശുശ്രൂഷിക്കുന്ന ആള്. ഓക്കെ. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികൻ അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്ത് അത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. ഗൃഹം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വീട്. ഓക്കെ, ഗൃഹം. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. അല്ലെ? അതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ആണോ? ഓക്കെ. ഒടുവിൽ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. അല്ലെ? എന്താ ചെയ്തത്? ആദ്യം തന്നെ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. അല്ലെ? എന്താ പ്രത്യേകത? ധർമ്മവ്യാധൻ എന്താണ്? മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലെ? അവരെന്ത് ചെയ്തു? അതാണ് പറഞ്ഞത്. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ്വ എല്ലാ പൂജകളും ഏറ്റുവാങ്ങിയതിന്റെ അർത്ഥം തന്നെ, അതായത് പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് പുത്രനിൽ നിന്ന് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ എന്താണ്? എന്തൊക്കെയാണ്? നിങ്ങൾ മക്കള് വലുതായി കഴിഞ്ഞാല് അമ്മമാരെ സംരക്ഷിക്കണ്ടേ? മാതാപിതാക്കളെ, അമ്മമാർ മാത്രല്ല, അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കണം. അല്ലെ? കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നിങ്ങള് ഇപ്പം അച്ഛനമ്മമാരെ എങ്ങനെ നോക്കുന്നു അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രായമായി കഴിഞ്ഞാല് അച്ഛനമ്മമാരെ നോക്കണം. ഇന്നാരും ചെയ്യുന്നുണ്ടാവില്ല പലരും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മള്
അതുപോലെ അച്ഛനമ്മമാരെയും സംരക്ഷിക്കണം അല്ലെ. നിങ്ങളിപ്പം കുട്ടികളെ എത്ര കാര്യമായിട്ടായിരിക്കും അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇല്ലേ? നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ജനിച്ച ഉടൻ തന്നെ അത് കഴിഞ്ഞ് നിങ്ങളെ പിച്ച വെക്കുന്നത് നോക്കി വളർന്ന് നിങ്ങൾ എവിടെയെങ്കിലും വീഴുമ്പോ അവർക്ക് വേദന പറ്റി അല്ലെ. നിങ്ങളൊന്ന് വീഴുമ്പോ ആർക്കാന്ന് വിഷമം വരുവാ? നിങ്ങളൊന്ന് വീഴുമ്പോ അമ്മമാർക്കും അച്ഛന്മാർക്കും വല്ലാത്ത വിഷമം ഉണ്ടാവും. പക്ഷെ നിങ്ങളത് കാണിക്കണമെന്നില്ല ചില അച്ഛന്മാരും അമ്മമാരും ഒക്കെ. പക്ഷെ അവർക്ക് ഒരുപാട് ഉണ്ടാവും. നിങ്ങളൊന്ന് വീണാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന പറ്റിയാല് നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോയി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ അവരെ മാതാപിതാക്കളുടെ ഹൃദയം എന്താവും? വിഷമം കൊണ്ടുവരും. അതുപോലെ ആയിരിക്കണം ആര്? മക്കള് അതായത് മക്കള് വലുതായി കഴിയുമ്പോ അവര് പ്രായാവും അല്ലെ. അച്ഛനമ്മമാർക്കൊക്കെ പ്രായാവൂലേ? നിങ്ങളിപ്പൊ കുഞ്ഞായിരിക്കുമ്പം അവര് നല്ല ആരോഗ്യത്തിലൊക്കെ. അപ്പൊ അവര് നിങ്ങളെ ചെയ്തത് പോലെ എന്ത് ചെയ്യണം? നമ്മള് സാധാരണ അങ്ങനെയാ വേണ്ടത്. നമ്മളെ അച്ഛനമ്മമാരെ സംരക്ഷിക്കണം അല്ലെ. അതായത് എല്ലാ പൂജകളും എന്ന് പറഞ്ഞാൽ നമ്മ വേണ്ട വിധം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അവർക്ക് നമ്മൾ വേണ്ടതുപോലെ നമ്മളെ സംരക്ഷണം നമ്മളെ എങ്ങനെ അവർ നോക്കി അതുപോലെ നമ്മള് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കണം അല്ലെ. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എല്ലാവരും? ഓക്കെ. ഓക്കെ, പേജ്. എന്തേ അർജുൻ ലേറ്റ് ആയത്? നമ്മൾ ഏത് പാഠായി ഇപ്പൊ പഠിക്കുന്നത് അർജുൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠായിരുന്നു? ഓക്കെ, പാഠം 7. ഓക്കെ, ലിസൺ ഹിയർ. പാഠം 7 വേടന്റെ ധർമ്മോപദേശം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 32 ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി ക്ലാസ്സിൽ കയറാൻ നോക്കണം എല്ലാവരും കേട്ടോ. ഇപ്പൊ എത്ര സമയമായി? 2:30 തുടങ്ങിയ ക്ലാസ് ആയിരുന്നു. 2:46 സമയം. ഓക്കെ, ഇനി മുതല് അർജുൻ എന്ത് ചെയ്യണം? ലേറ്റ് ആവരുത് കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി വരുമ്പോ പുത്രന്മാര് മക്കൾക്ക് ചെയ്യേണ്ട എല്ലാ കടമകളും അവൻ ചെയ്തിരുന്നു എന്ന് അർത്ഥമാര് ധർമ്മവ്യാധൻ. അതുകൊണ്ട് തന്നെയാണ് അവര് സന്തുഷ്ടരായി കഴിയുന്നു പറഞ്ഞ അല്ലെ. മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ലെങ്കിൽ അവര് സന്തുഷ്ടരല്ല. സന്തുഷ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമുള്ളവർ. ഓക്കെ, സന്തോഷം അനുഭവിക്കുന്നവരാണ്. അപ്പൊ പ്രായമായിട്ട് നമ്മളെ മക്കള് ആരും നോക്കാതെ നമ്മൾ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധമന്ദിരത്തിലോ ഒക്കെ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ സന്തുഷ്ടരാണോ അച്ഛനമ്മമാര്? അല്ലല്ലോ, ഒരു കാര്യത്തിലും അല്ല. അപ്പൊ അവര് നമ്മളെ മക്കള് നല്ലപോലെ വേണ്ട വിധം സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ആര്? മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കുന്നു അല്ല മക്കൾ നമ്മളെ സംരക്ഷിക്കുന്നു ഉള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് മാതാപിതാക്കൾ സന്തുഷ്ടരാകുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ സന്തുഷ്ടരായി കഴിയുകയായിരുന്നു ആര്? ധർമ്മവ്യാധന്റെ അച്ഛനും അമ്മയും. ഓക്കെ, അപ്പൊ വേടന്റെ സർവ്വ ഐശ്വര്യത്തിന് നിദാനം കണ്ടോ. അടുത്ത കാര്യം എന്നാ പറയുന്നത്? വേടന്റെ സർവ്വ ഐശ്വര്യത്തിന് നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. ആരെ? അച്ഛനമ്മമാരുടെ അനുഗ്രഹമായിരുന്നു അല്ലെ. അപ്പൊ പ്രായമായ മാതാപിതാക്കളെ നമ്മള് സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ഐശ്വര്യത്തിന് നിദാനം കാരണം എന്താണ്? അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങള്. അപ്പോൾ മാതാപിതാക്കളാണ് നമ്മുടെ കൺകണ്ട ദൈവങ്ങള്. ദൈവത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണുക? മാതാപിതാക്കളിലൂടെ. ഓക്കെ, അതെ. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സാധിച്ചു തരുന്ന അല്ലെ. ദൈവമേ, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴും നല്ല കാര്യം വരുമ്പോഴും വിളിക്കണം. അല്ല വിഷമം നമ്മൾ എന്തിനാ ദൈവത്തിനെ വിളിക്കുന്നത്? നമുക്ക് എല്ലാ സഹായം അവിടുന്ന് അവര് ഹെൽപ്പ് ചെയ്യും അല്ലെ. നമ്മളെ അങ്ങ് ഹെൽപ്പ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കണമേ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? അവര് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ആയിരുന്നു ആര്? അവരായിരുന്നു ആര്? അച്ഛനമ്മമാരായിരുന്നു അയാളുടെ കണ്ട ദൈവങ്ങൾ, നേരി കണ്ട ദൈവങ്ങള്. അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. ഉണ്ടാ എന്ത് പറഞ്ഞു? ധർമ്മവേദൻ എന്ത് പറഞ്ഞു? ഗൃഹത്തിലേക്ക് തിരിച്ചു പോയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ പറഞ്ഞു അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരെ നല്ലപോലെ, ഇതിൽ നിന്ന് എന്താ എനിക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ മാതാപിതാക്കളെ നല്ലപോലെ നമ്മൾ സന്തുഷ്ടരായി അവരെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ
അതുപോലെ തന്നെ കൺകണ്ട ദൈവങ്ങളായി നമ്മളെ മാതാപിതാക്കളെ കാണണം അല്ലെ? ദൈവത്തിനെ പോലെ, അതായത് ദൈവമാണല്ലേ നമ്മുടെ ഫസ്റ്റ്. മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുന്നത്. അപ്പൊ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും കഴിഞ്ഞിട്ടാണ് ദൈവത്തിന് സ്ഥാനം കൊടുത്തത് അല്ലെ? മാതാപിതാ ഗുരു ദൈവം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ ആരും? മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അപ്പൊ ദൈവത്തിന് 4ാം സ്ഥാനമാണ് അല്ലെ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും. എന്ത് ചെയ്യണം? അച്ഛനമ്മമാരെ ആയിരിക്കണം കൺകണ്ട ദൈവങ്ങളായി നമ്മൾ കാണുന്നത് അല്ലെ? അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. പിന്നെ എന്താ പറയുന്ന ലാസ്റ്റ് കണ്ടോ? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവർത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം അല്ലെ? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അതില് കളങ്കം ഉണ്ടാവാൻ പാടില്ല അല്ലെ? അതാണ് പറഞ്ഞത്. എന്ത് പ്രവൃത്തി ചെയ്താലും പ്രശ്നമില്ല, പക്ഷെ അതിൽ കളങ്കം ഉണ്ടാവാൻ പാടില്ല. അതായത് തെറ്റായ പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു അല്ലെ? എന്ത്? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വേദന്റെ ഉറച്ച വിശ്വാസം അല്ലെ? എപ്പോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മള് ചെയ്യുന്ന പ്രവൃത്തികളില് കളങ്കം ഉണ്ടാവാൻ പാടില്ല അല്ലെ? തട്ടിപ്പ് തെറ്റുകൾ ചെയ്യാതിരിക്കണം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിത പാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. കണ്ടോ? എന്താ കൗശികന് ബോധ്യപ്പെട്ടത്? അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിത പാത കണ്ടെത്തിയാലേ, അച്ഛനമാരെയൊക്കെ നോക്കി നല്ലൊരു സന്തുഷ്ടമുള്ള ജീവിതപാത കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികൻ അത് കണ്ട് നേരിൽ ബോധ്യപ്പെട്ടു അല്ലെ? കൗശികൻ അങ്ങനെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സന്തുഷ്ടിയുടെ ജീവിത പാത കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാന്ന് ഇതിൽ മുമ്പേ പറഞ്ഞ കർമ്മം എന്തായാലും നമ്മള് സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു പറഞ്ഞത് അല്ലെ? അങ്ങനെ അത് കണ്ട് ആർക്ക്? കൗശികന് ബോധ്യപ്പെട്ടു. ധർമ്മവ്യാധന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് കൗശികൻ എന്ത് ബോധ്യപ്പെട്ടു? ഇനി തന്റെ മനസ്സിലെ ശാന്തി സമാധാനം കൈവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സന്തുഷ്ട ജീവിതപാത കണ്ടെത്തണം എന്ന് മനസ്സിലായി അല്ലേ? അതാണ് അതിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? മാതാപിതാക്കളെ നമ്മള് സംരക്ഷിക്കണം അല്ലെ? പ്രായമാകുമ്പോ സംരക്ഷിക്കണം. അപ്പൊ കൺകണ്ട ദൈവങ്ങളായിട്ട് നമ്മൾ ആരെ കാണണം? മാതാപിതാക്കളെ കാണണം അല്ലെ? എന്നാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നാണ് ഇതിൽ നിന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ആണ് കേട്ടോ, അത് ശരിയാണ്. അപ്പൊ നിങ്ങള് ആ പാത പിന്തുടരുക. ഓക്കെ, അപ്പോ ഇത് നമുക്ക് വായിപ്പിക്കാം. അപ്പൊ ഇതിൽ കുറച്ച് വേർഡ്സിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ജനപദം ഇതിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ജനപദം, ഗ്രാമം, ദേശം അല്ലെങ്കിൽ ദേശം. ക്രുദ്ധനാവുക, എന്താണ് ക്രുദ്ധനാവുക? ദേഷ്യപ്പെടുക. ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കോപിഷ്ഠനാവുക അല്ലെ? തപോധനൻ, തപോധനൻ തപശക്തി ധനമായുള്ളവനാണ് ആര്? തപോധനൻ കേട്ടോ. ഗൃഹനായിക, ഗൃഹനായിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കുടുംബനാഥ. ഗൃഹനായിക, കുടുംബനാഥ. അവഹേളനം, എന്തേ ആരും ഒന്നും മിണ്ടാത്തേ? ഒരാളല്ലേ പ്രതികരിക്കുന്ന ആക്കുന്നുള്ളൂ. ഓക്കെ, അവഹേളനം, ആക്ഷേപം, ആക്ഷേപം, ആക്ഷേപം. സാധി, സാധുസ്ത്രീ, സാധുസ്ത്രീ. വിക്രിയം, വിക്രയം എന്നാ വേണ്ടി, വിൽപ്പന അല്ലെ? മാംസ വിക്രയം ചെയ്യുന്ന പറഞ്ഞു, വിൽപ്പന ചെയ്യുക. നിഷിദ്ധം, നിഷിദ്ധം നിഷിദ്ധാണെന്നെല്ലാം പറയുന്നത്. ഓക്കെ, ഉപേക്ഷിക്കത്തക്കത്, ഉപേക്ഷിക്കാത്തക്കതല്ല, ഉപേക്ഷിക്കത്തക്ക, ഉപേക്ഷിക്കേണ്ടതാണ് അത് നിഷിദ്ധം. വ്യാധൻ, വേട്ടക്കാരൻ, വേടൻ, കാട്ടാളൻ അല്ലെങ്കിൽ വേടൻ കേട്ടോ. വ്യാധൻ, ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞത്. പതിവ്രത, ഗ്രഹിക്കുക, നമ്മൾ ആ പാഠം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് അർത്ഥമുള്ളത്.
അല്ലേ? ഇതൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോട്ട് എഴുതിക്കാം. ക്ലാസ്സിൽ തന്നെ. എന്നാലും നിങ്ങൾ എഴുതൂലൂ. വേണമെങ്കിൽ എഴുതാത്തവരുണ്ട് കുറച്ച് പേര്. മിസ്സേ ഗ്രൂപ്പിലിട്ടാ മതി, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മിസ് ക്ലാസ് തന്നെ അത് എഴുതിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ടൈമിൽ തന്നെ അല്ല എഴുതി ഞാൻ എഴുതുന്നുണ്ട്, എനിക്കൊന്ന് ഇട്ട് തരുവാ, എഴുതുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ വിശദം. ഞാൻ ഇട്ട് തന്നോളാം. ഓക്കെ. അപ്പൊ ഇന്ന് ആരാ ഒന്ന് വായിച്ചത്? അർജുൻ എന്തായി വായിക്കാൻ പഠിച്ചോ? വായിക്കാൻ നല്ലപോലെ അറിയാത്തവരുണ്ട് ഒരുപാട്. ഓക്കെ. ജോയൽ ഒന്ന് വായിച്ചു. ജോയൽ ഇന്ന് എല്ലാരെയും വായിപ്പിക്കും. ആദ്യം ഞാൻ വായിപ്പിക്കാതിരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കണം. സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഒരു പക്ഷി ആകാശത്തിൽ പറന്നു വന്നിരുന്നത് ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. പക്ഷിയുടെ തലയിലാണോ വന്നു വീണത്. കൗശികൻ ക്രൂധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ചു ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി. വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടുകൂടിയാണ് അദ്ദേഹം ഭിക്ഷ തേടി പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോൾ ഉണ്ടായുള്ളൂ. ഗൃഹനായിക ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രമെടുത്തു കഴുകി മുക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനു ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്കു പോയി. അതോടെ അവൾ ഭിക്ഷക്കാരനായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾ ആ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോടു കാട്ടിയ ഈ അവഹേളനം കൗശികനെ തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. അതു കണ്ട് ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ജോയൽ നെക്സ്റ്റ് പറയാ. വേറെ ആളോട് പറയട്ടെ. ശ്രീവിഷ്ണു കേൾക്കുന്നുണ്ടോ? ശ്രീവിഷ്ണു ഇല്ല.
നെക്സ്റ്റ് ജുവാന ഒന്ന് വായിച്ചേ. ജുവാന എവിടെയാ ഇപ്പൊ നിർത്തിയത്? അവിടുന്ന് മുതൽ തുടർന്നേ. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണേ. ജുവാന വായിച്ചു. ജുവാന അൺമ്യൂട്ട് ചെയ്യുമോളെ. കേൾക്കുന്നില്ലേ ജുവാന? ജുവാന വായിച്ചോ. എവിടെ വരെയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തേ. മിസ് ഒന്നും കേൾക്കുന്നില്ല. വായിച്ചോ. നീ അൺമ്യൂട്ട് ചെയ്യുന്ന എന്തിനാടാ? മിസ് ഒന്നും കേൾക്കുന്നില്ല. അല്ല, മ്യൂട്ട് ചെയ്യുന്ന എന്തിനാ? ഓക്കെ, വായിച്ചോ. എനിക്ക് കേട്ടില്ലേ അവൻ വായിച്ചത് എവിടെ വരെയാണെന്ന്? ഇല്ലേ? ഞാൻ പറഞ്ഞില്ല. കേട്ടില്ല. അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. പേജ് നമ്പർ 30. അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർതൃശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതാൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിൽ ഇരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാതെ ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്ന് പോയി. ഓക്കെ, കേൾക്കുന്നില്ല ജുവാന? മിസ് ആ വേർഡ് എന്താ മിസ്? ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ല എന്ന് ആ സാധി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിലെ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവാദൻ എന്നറിയപ്പെടുന്ന മഹാത്മാവിനെ കേൾക്കുന്നില്ല. ജുവാന വായിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല ഇവിടെ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ആണ് മിസ്, പക്ഷെ കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ആണ്, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ജുവാന ഒന്ന് കുറച്ച് കഴിഞ്ഞിരുന്നാ മതി. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. വായിച്ചു. ഇല്ല, ഇടക്ക് കേൾക്കുന്നുണ്ടല്ലോ ജുവാന. ഹെഡ്ഫോണിന്റെ കുഴപ്പമായിരിക്കും മിസ്സേ. ആന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല ജുവാന. നല്ല പോലെ കേൾക്കുന്നുണ്ടായിരുന്നു ഇത്രയും സമയം. മിസ് പറയുന്നത് ജുവാന കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ഇങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കുന്നില്ല. ഒന്ന് നോക്കിയേ. ആ ഹെഡ്ഫോൺ എന്തോ ചെറിയൊരു അയച്ചു നോക്കട്ടെ. ഹെഡ്ഫോൺ ഊരി വെക്കാൻ പറ. ഓക്കെ, കേൾക്കുന്നില്ല ജുവാന, കേൾക്കുന്നില്ല. നെക്സ്റ്റ് ശ്രീവിഷ്ണു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഹലീമ, അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ. ഹലീമ ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. വായിച്ചോ. ആ മഹാത്മാവിനെ ചെന്ന് കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്നു തന്നെ കൗശികൻ
മിഥിലാപുരിക്കു യാത്രയായി. മിഥിലാപുരിക്ക് യാത്രയായി. ഓക്കെ, വായിച്ചോ. യാത്രയായി. മിഥിലയിലെത്തിയ പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്ന് അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്നു തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോ കൗശികന് അത്ഭുതം ഇരട്ടിച്ചു. അതെന്താ അത്ഭുതം? നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ. കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെ കൂട്ടി തന്റെ ഗ്രഹത്തിലേക്ക് അതിഥി പൂജകളെല്ലാം ഗ്രഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും മേറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ ഐശ്വര്യത്തിനും നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങൾ. അതിനാൽ ഗ്രഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടരായിരുന്നു. അതേപോലെ സന്തുഷ്ടരായുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലോ? തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധപ്പെട്ടു. ഓക്കെ, ഹലീമ കുറെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ വായിക്കാൻ. ഓക്കെ, അപ്പോ നല്ലപോലെ വായിച്ചുകൊണ്ടിരുന്നാല് നല്ലപോലെ വായിക്കാൻ പറ്റുവേ. അപ്പൊ ഹലീമ വായിക്കുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള് എല്ലാവരും ഈ ഇന്നെടുത്ത പാഠം ഒരു 3 പ്രാവശ്യവും വായിക്കണം. അപ്പൊ നല്ലപോലെ വായിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിലിട്ട് തരാം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? കേൾക്കണ്ട, നല്ല രീതി വായിക്കുന്നതേ കേൾക്കണ്ടു. അർജുൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നല്ലപോലെ വായിക്കുക. വായിച്ചത് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ഒരു 3 പ്രാവശ്യങ്ങൾ നിങ്ങൾ വായിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വായിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്